നീണ്ട കാലത്തെ ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരി ജൂതത്തെരുവും ഏകദേശം 450ലേറെ വർഷം പഴക്കമുള്ള മട്ടാഞ്ചേരി സിനഗോഗിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള ഈ സ്ട്രീറ്റിനെയാണ് ജൂതത്തെരുവ് എന്ന് വിളിക്കുന്നത്. കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴിയും പരിസരവും എല്ലാം നല്ല വൃത്തിയാണ്. വഴിക്കിരുവശവും നിറയെ കടകൾ കാണാം നമുക്ക്. ഈ കടകളിൽ പലതും പുരാവസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. പഴയകാലത്തെ പാത്രങ്ങൾ, പ്രതിമകൾ, അങ്ങനെ പലതും. എനിക്ക് തോന്നുന്നു ഇത്രയേറെ പുരാവസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആന്റിക് ഷോപ്പുകൾ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതിൽ ചിലതൊക്കെ ഹോട്ടലുകളും കഫേകളൊക്കെയാണ്. ജൂത കാലഘട്ടത്തിന്റെ സംസ്കാരവും ചരിത്രവും നമുക്കിതിലൂടെ നടക്കുമ്പോൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ സിനഗോഗിനടുത്തേക്ക് എത്തി. ഈ കാണുന്ന വീട് പണ്ട് ജൂതന്മാർ താമസിച്ചിരുന്നതാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് സിനഗോഗിലേക്ക് എത്താം. AD 70 ജെറുസലേമിലെ രണ്ടാം ദേവാലയം റോമാക്കാർ ആക്രമിച്ചു. അതുപോലെ മറ്റു രാജ്യങ്ങളാലും ജൂതന്മാർ ആക്രമിക്കപ്പെട്ടു. പൊറുതിമുട്ടിയ ഇസ്രായേലിലെ ജൂതന്മാർ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു. അതിലൊരു വിഭാഗം കേരളത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലഘട്ടത്ത് ജൂതമത വിശ്വാസികൾ നേരിടേണ്ടി വന്ന ആക്രമണങ്ങളുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ജൂതത്തെരുവ്. ഇവിടെ ഈ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം ഹെറിറ്റേജ് ബിൽഡിങ്ങുകളാണ്. ഇവിടെ പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. സിനഗോഗിന് പുറത്തായി നമുക്കൊരു ക്ലോക്ക് ടവർ കാണാം. 1760 ഇത് നിർമ്മിച്ചത്. അന്നത്തെ വ്യവസായിയായ എസക്കിയേൽ റഹാബിയാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചു നൽകിയത്. ഇന്നും ഇതിന്റെ സമയക്രമം പാലിച്ചു പോരുന്നു. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇത് മണി മുഴക്കും.
10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം ദേവാലയത്തിനകത്തേക്ക് കയറാൻ. ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ വലതുവശത്തായിട്ട് ഒരു പെയിന്റിംഗ് ഹാളുണ്ട്. കൊച്ചി രാജാക്കന്മാരും ജൂതന്മാരുമായിട്ടുള്ള ബന്ധം വിവരിക്കുന്ന നിരവധി പെയിന്റിങ്ങുകൾ ഇതിനുള്ളിൽ കാണാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ പഴമ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയ ജൂത സമൂഹത്തിനായി 1568 പണി കഴിപ്പിച്ചതാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തിന് ഏകദേശം 450-ലേറെ വർഷം പഴക്കമുണ്ട്. എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലാണ് ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്. ഇവിടെ പ്രാർത്ഥനയ്ക്കായി നേതൃത്വം നൽകുന്നത് ഇസ്രയേലിൽ നിന്ന് വന്ന വൈദികനാണ്. റബ്ബി എന്നാണ് വിളിക്കുന്നത്. ഒരു വർഷം ഒരു വൈദികൻ എന്ന രീതിയിൽ എല്ലാ വർഷവും ഇസ്രയേലിൽ നിന്നും ഇവിടെ അപ്പോയിന്റ് ചെയ്യും. ഈ കാണുന്ന പ്രസംഗപീഠത്തിൽ നിന്നാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റബ്ബി പ്രാർത്ഥന നടത്തുന്നത്. എന്നാൽ ശനിയാഴ്ച ദിവസം ഈ കാണുന്ന ബാൽക്കണിയിൽ നിന്നാണ് പ്രാർത്ഥന നടത്തുന്നത്. ഈ കാണുന്ന പെട്ടകം അഥവാ യഹാലിൽ ആണ് ജൂതന്മാരുടെ മതഗ്രന്ഥമായ തോറ ചുരുളുകൾ വച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ കാണുന്ന വിളക്കുകളെല്ലാം ബെൽജിയം, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവയിൽ ചിലത് മെഴുകുതിരി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നവയാണ്, മറ്റു ചിലത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നവയും. താഴെ കാണുന്ന ഈ ടൈലുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഈ കാണുന്ന ടൈലുകളെല്ലാം കൈകൊണ്ട് വരച്ച വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഉള്ളത്. ഇവയെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിനഗോഗിലെ കാഴ്ചകൾ. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.